സാധാരണക്കാരന്റെ ആശ്രയമായ സർക്കാർ ആശുപത്രികളിലെ ആംബുലൻസുകൾ VIP യാത്രകൾക്ക് മാത്രമായി മാറുന്നുവെന്ന് പനേപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. MP ഹൈബീഡന്റെ ഫണ്ട് ഉപയോഗിച്ച് 25 ലക്ഷം മുടക്കി ആധുനിക രീതിയിലുള്ള ആംബുലൻസാണ് കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സേവനം സാധാരണക്കാർക്ക് ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധം നടത്തി. തുടർന്ന് പ്രവർത്തകർ DMOയെ കണ്ട രേഖാമൂലം കത്ത് നൽകിയാണ് തങ്ങളുടെ സമരം അവസാനിപ്പിച്ചത്. കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിയിലും ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രികളിലുമുള്ള ആംബുലൻസുകളാണ് പൊതുജനങ്ങൾക്ക് പ്രയോജനമില്ലാതാകുന്നതെന്നാണ് ആരോപണം. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരന് സേവനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് MP ഫണ്ട് ഉപയോഗിച്ച് ആംബുലൻസ് നൽകിയത്. എന്നാൽ ഈ ആംബുലൻസ് നാമമാത്രമായ സർവീസാണ് സാധാരണക്കാരന് നൽകിയിട്ടുള്ളതെന്നും സർക്കാർ ആശുപത്രികളിലെ ആംബുലൻസുകൾ സാധാരണക്കാരന് ഉപകാരമാകുന്ന രീതിയിൽ സർവീസ് നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പനേപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. 2 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധത്തെ തുടർന്ന് DMOയെ അറിയിക്കുകയും രേഖാമൂലം കത്ത് തന്നതിനു ശേഷമാണ് തോപ്പുംപടി CI ഫിറോസിന്റെ മധ്യസ്ഥയിൽ സമരം അവസാനിപ്പിച്ചത്. TM റിഫാസിന്റെ അധ്യക്ഷതയിൽ തമ്പി സുബ്രഹ്മണ്യം, തോമസ് ഷൈജു, ഷുഹൈബ് ബിച്ചു, ഷീജ സുധീർ, PM നാസർ, പ്രശാന്ത് ബാബു, ഷീബ ഷാലി, ഷമീർ ബാബു, TM ഖലീൽ, സനൽ ഈസ, K അൻസാരി, ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി. സാധാരണക്കാർക്ക് ലഭ്യമാകാത്ത തരത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രോഗി മരിച്ച 4 മണിക്കൂർ ആംബുലൻസ് സേവനത്തിന് വേണ്ടി ആ ഡെഡ് ബോഡി ഇവിടെ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇത് അങ്ങ് ഉത്തർപ്രദേശോ ബംഗാളോ ഒന്നുമല്ല, ഈ കേരളത്തിലെ കൊച്ചിയിലാണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ഡെഡ് ബോഡിയോട് ലഭിക്കേണ്ട ഒരു അനാദരവ് അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യത്തിൽ മുമ്പോട്ട് പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഉപരോധ സമരത്തിന് ഹൈബീഡൻ MP അനുവദിച്ച ആംബുലൻസ് സാധാരണ ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടി ഉപയോഗം ആക്കണം എന്നാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അറിയാം, അപ്പോൾ കണക്കെടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു മാസം ഒരു 1000 കിലോമീറ്റർ ആംബുലൻസ് ഓടുന്നതില്ലെങ്കിൽ അതിനകത്തൊരു 100-150 കിലോമീറ്റർ മാത്രമേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഓടുന്നുള്ളൂ. ബാക്കി 800-850 കിലോമീറ്റർ ഓടുന്നത് VIP-കൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഇവിടെ ആംബുലൻസ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിട്ടാണ് ഇന്നിപ്പോ സൂപ്രണ്ടിനെ കാണാൻ ഇവിടെ എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരിയിൽ സംഭവിച്ചത് ആ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ട് അതിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് 4 മണിക്കൂറോളം ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം നിലവിലുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായും ഇതുപോലുള്ള അവസ്ഥകൾ നാളെയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധമായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറില്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനമ്പള്ളി നഗർ.